പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 34-ാം തിരുവചനത്തിലൂടെ ബധിരനെ സുഖപ്പെടുത്തുന്ന ഈശോയെയാണ് നമ്മൾ കണ്ടുമുട്ടുക. അവിടെ വചനം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് യേശു അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ബധിരനെ സുഖപ്പെടുത്തുന്ന ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവന് സൗഖ്യം നൽകുന്ന മനോഹരമായ കാഴ്ചയാണിത്. സൗഖ്യത്തിൻ്റെ ആരംഭം ഈശോയും ആ ബധിരനും തനിച്ചാകുന്ന നിമിഷമാണ്. അവിടെയാണ് ആ ബന്ധം ദൃഢമാകുന്നത്. ജനങ്ങളുടെ ബഹളത്തിൽ നിന്ന് മാറി ഈശോയുമായുള്ള തനിച്ചുള്ള ചേർന്നിരിപ്പിലാണ് സൗഖ്യം തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ കാണുക, ഈശോ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്ന്. സ്വർഗത്തിലേക്ക് നോക്കി എന്നതിൻ്റെ അർത്ഥം തന്നെ ഈശോ ദൈവപുത്രനാണ്. തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്കാണ് ഈശോയുടെ നോട്ടം. ദൈവപുത്രനായ രക്ഷകനായ ഈശോ നെടുവീർപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നുണ്ട്. പലപ്പോഴും നെടുവീർപ്പെടുന്നത് മനുഷ്യരായ നമ്മളാണ്. എന്നാൽ ഈശോയുടെ നെടുവീർപ്പ് ആ ബധിരനായ വ്യക്തിയുടെ നൊമ്പരങ്ങളെ പ്രതിയായിരുന്നു. സ്വർഗത്തിലേക്ക് നോക്കുവാനും നമ്മുടെ നൊമ്പരങ്ങളെ പ്രതി നെടുവീർപ്പെടുവാനും ഈശോയ്ക്ക് സാധിക്കുന്നു. കർത്താവിൻ്റെ നെടുവീർപ്പ് നമ്മുടെ ദുരവസ്ഥയെ പ്രതിയാണ്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോ തന്നോട് ചേർന്ന് തനിച്ചായിരിക്കുവാൻ നമ്മളെവരെയും ക്ഷണിക്കുകയാണ്. കൂടെ വസിക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നോക്കുന്നുണ്ട്. അവിടുത്തെ നെടുവീർപ്പ് നമ്മളെ പ്രതിയാണ്. നമ്മുടെ തകർച്ചകളെ പ്രതി നെടുവീർപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിക്കുന്ന ഈശോ ഇങ്ങനെ പറയും, നീ നിന്റെ തിരക്കുകളിൽ നിന്ന് മാറി എന്നോട് അല്പസമയം തനിച്ചായിരിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ദുരവസ്ഥകളെ, പ്രതിസന്ധികളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കിപ്പോൾ കൈമാറാം. ആ കരങ്ങൾ നമ്മളെ താങ്ങാനും രക്ഷിക്കുവാനും സുഖപ്പെടുത്തുവാനും ശക്തമാണ്. ഈശോയുടെ തിരുനാമത്തിൽ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സൗഖ്യവും വിടുതലും പ്രത്യാശയും ലഭ്യമാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.